അൽഫല ആശുപത്രി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഫരീദാബാദിലാണ്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അജീഷ്, ഈ വൈറ്റ് കോളർ ടെററിസം അല്ലെങ്കിൽ വൈറ്റ് കോളർ ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ സംഘത്തിലേക്ക് ഈ അന്വേഷണത്തിന്റെ വേരുകൾ ചെന്നെത്തുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുസമ്മിൽ ഷക്കീർ, അതുപോലെ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം രൂപീകരിക്കാൻ ചുമതലപ്പെട്ടു എന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരം ലഭിച്ചിരിക്കുന്ന ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നിവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. എന്താണ് ഇവരെക്കുറിച്ച് ഫരീദാബാദിലെ അൽ ഫല സർവകലാശാലയിലുള്ള ഇവരുടെ സഹപ്രവർത്തകർക്ക് പറയാനുള്ളത്? ഏത് തരത്തിലായിരുന്നു ഇവരുടെ അവിടുത്തെ പെരുമാറ്റവും അതുപോലെ തന്നെ അവരുടെ ഇടപെടലുകളും? ഒരു തരത്തിലുമുള്ള സംശയം ബാക്കി വെക്കാതെ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന, ഭീകര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നോ ഇവർ? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കാൻ കഴിയുന്നത്? ഈ വെള്ളക്കോളർ ഭീകര സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ എന്ന് തെളിയിക്കാൻ പാകത്തിൽ അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാവുന്ന സൂചനകൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ അൽഫല സർവകലാശാലയിൽ നിന്ന്? ജി.കെ, ഈ ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അതിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, അൽഫല സർവകലാശാല. 2014 ഈ സർവകലാശാലയ്ക്ക് അത് UGC മാനദണ്ഡ പ്രകാരം ഒരു സർവകലാശാലയായി ഡീംഡ് ടു യൂണിവേഴ്സിറ്റി, ഒരു സ്വകാര്യ സർവകലാശാലയാണ് അതിന് അംഗീകാരം കിട്ടുന്നത്. അതിനുശേഷം മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സർവകലാശാല കൂടിയാണ്. മാത്രമല്ല ഈ സർവകലാശാലയ്ക്ക് പുറമെ ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ് ഇത്. ഇതിനകത്ത് അവരുടെ തന്നെ പല പല സ്ഥാപനങ്ങളുമുണ്ട്, പല ബ്രാഞ്ചുകളുമുണ്ട്. മാത്രമല്ല 76 ഏക്കറിൽ വിസ്തീർണമുള്ള വലിയൊരു ക്യാമ്പസ് കൂടിയാണ്. ഇതിൽ കൂടുതൽ പേരും ഈ ജമ്മു കശ്മീരിൽ നിന്നുള്ളവരും ഒപ്പം തന്നെ UP, മുംബൈ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ ഡോക്ടർമാരായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഈ അല്ലാത്ത സ്റ്റാഫുകളായിട്ടുള്ളവരുണ്ട്. ഏതാണ്ട് 200 MBBS സീറ്റും 50 MD സീറ്റും ഒക്കെയുള്ള ഒരു വലിയ ഒരു സർവകലാശാലയും ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ് ഈ അൽഫല സർവകലാശാല. ഈ സർവകലാശാല എങ്ങനെയാണ് ഈ കേസിന്റെ ഇതിലെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരുടെ ഈ ഒരു സ്ലീപ്പർ സെല്ലിൽ അവരുടെ ഗൂഢാലോചനയൊക്കെ നടത്താനുള്ള ഒരു കേന്ദ്രമായി മാറിയത് എന്നുള്ളതിനെ പറ്റിയാണ് ഹരിയാന പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് തന്നെ ഇവിടുത്തെ ഏതാണ്ട് 52 ഡോക്ടർമാർ, ഇവരെ കൂടെ സഹപ്രവർത്തകരായി ജോലി ചെയ്തിരുന്നവരെയും ഒപ്പം തന്നെ ഇവിടെ അല്ലാത്ത ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. 52 ഡോക്ടർമാരെയും അല്ലാത്ത സ്റ്റാഫുകളെ ആയിട്ടുള്ള 80 പേരെയും ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോഴും ഹരിയാന പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം ഈ സർവകലാശാലയ്ക്ക് അകത്തുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ളത് ഡോക്ടർ മുസമ്മിൽ ഷഹീദ് എന്ന് പറയുന്നത് ഇവിടുത്തെ അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്നാണ് നമുക്കിവിടെ എത്തിയപ്പോൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവരോടും തന്നെ നല്ല രീതിയിൽ പെരുമാറുന്നതെല്ലാം എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഡോക്ടർ എന്നാണ്. ഇവിടെ വളരെ കുറച്ച് പേരോട് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി തിരക്കാൻ സാധിച്ചുള്ളൂ. അതിനിടയിൽ പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിൽ ഒരു സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഈ വനിതാ വിഭാഗം ആ ഒരു സെല്ല് രൂപീകരിക്കാൻ ആ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ ഷഹീന്റെ അവരുടെ ഇടപെടലിനെ കുറിച്ചിട്ട് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും മോശമായിട്ട് പറയാനില്ല. പക്ഷേ ഇവർക്കുടെ ഒപ്പം തന്നെ കൂടുതൽ പേർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടോ, ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ജമ്മു കശ്മീരിന്റെ പോലീസിന്റെ അടക്കം ഒപ്പം തന്നെ ഹരിയാന പോലീസിന്റെ അടക്കം 10 പേരെങ്കിലും ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹ്യുണ്ടായി i20 കാർ, ഈ i20 കാർ ഈ ഡോക്ടർ ഉമർ വാങ്ങുന്നത് ഒക്ടോബർ മാസം 29 തീയതിയാണ്. ഈ ഒക്ടോബർ മാസം 29 തീയതിയാണ് ഫരീദാബാദിൽ നിന്ന് ഈ കാർ വാങ്ങുന്നത്. ഈ കാർ വാങ്ങിയതിനു ശേഷം അതിന്റെ ഒരു പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുന്നു. ഈ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ കാർ നേരെ കൊണ്ടുവന്നത് ഈ സർവകലാശാല ക്യാമ്പസിനുള്ളിലാണ്. ഈ ക്യാമ്പസിനുള്ളിൽ ഏതാണ്ട് ഈ നവംബർ 10 ഡൽഹിയിലേക്ക് പുലർച്ചെ പുറപ്പെടുന്നതിന് മുൻപ് ഏതാണ്ട് 10 ദിവസത്തിലധികം ഈ കാർ ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഹരിയാന പോലീസിന്റെ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് ഈ ദൗത്യത്തിനായിട്ട് വാങ്ങിയതാണ് എന്നുള്ളൊരു സംശയം ഈ നിലനിർത്തുന്നതാണ് ഇത്തരത്തിലുള്ള അവരുടെ ഒരു പ്രവർത്തനം. കാരണം ഒക്ടോബർ 29 ഈ ഹ്യുണ്ടായി i20 കാർ വാങ്ങിയതിനു ശേഷം ഈ ക്യാമ്പസിലായിരുന്നു അത്രയും ദിവസം. നവംബർ 10 ഈ സ്ഫോടനം നടത്തുന്നതിന് ഉദ്ദേശം. അജീഷ്, നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ അറിയണം. അൽഫല സർവകലാശാലയ്ക്ക് മുന്നിലാണ് ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാർ ഉള്ളത്. ഇതിൽ ഒരു വെള്ളക്കോളർ ഭീകര സംഘടനയുടെ സ്ലീപ്പിംഗ് സെല്ലായി ഈ സർവകലാശാലയിൽ ഏതാനും പേർ മാറിയിരുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. അവരെ കൂടി കേന്ദ്രീകരിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഡൽഹി സ്ഫോടനത്തിന് അന്വേഷണം പുരോഗമിക്കാൻ പോകുന്നത്. അവിടെ മുസമ്മിൽ ഷക്കീർ, അതുപോലെ ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നിവരുടെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു? അവർ ഈ വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരാണോ? ഈ ഇവിടെ ഇതിന്റെ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം
സ്ഥാപിക്കാൻ ചുമതലപ്പെട്ട ആളാണ് ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്നുള്ള വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാർ ശേഖരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.